ഡയമണ്ട്സ് എരമല്ലൂർ വടതല. AHSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന നേതൃത്വ പരിശീലന കളരി സംഘടിപ്പിച്ചു. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന നേതൃത്വ പരിശീലന കളരി സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ബിനു കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TN വിനോദ് പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക തലത്തിൽ പഠനം നടത്താതെ ഹയർ സെക്കൻഡറിയിൽ മാർജിനിൽ സീറ്റ് വർധന നടത്തുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികൾ കുറയാൻ കാരണമാവുകയും ഇത് ഡിവിഷൻ നഷ്ടമാവുന്നതിനും ഇതുവഴി സ്കൂളുകൾ ഇല്ലാതാകുന്നതിന് കാരണമാകുമെന്നും സംഘടന ആരോപിച്ചു. ക്ലാസ് മുറികളിൽ സാധ്യമാകണമെങ്കിൽ 1:40 എന്ന അനുപാതത്തിൽ കുട്ടികളും അധ്യാപകരും ക്ലാസ് മുറികളിൽ ഉണ്ടാവേണ്ടതാണ് എന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം 1:50 എന്ന അനുപാതമാണ് ഹയർ സെക്കൻഡറി മേഖലയിൽ യഥാർത്ഥത്തിൽ സംജാതമാകേണ്ടത്. പക്ഷേ ഓരോ വർഷവും അധിക സീറ്റ് വർധനവിലൂടെ മാർജിനൽ ഇൻക്രീസ് എന്ന ഓമന പേരിൽ 10ഉം 15ഉം കുട്ടികളെ ക്ലാസ് മുറികളിൽ കുത്തിത്തിരുകയും വേണ്ടുന്നത്ര കുട്ടികൾ തികയാത്ത സ്കൂളുകൾക്ക് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്കൂളുകളിലെങ്കിലും മാർജിനിൽ സീറ്റ് വർധന അനുവദിക്കരുതെന്നും AHSTA ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ റൂൾസ് പ്രകാരം ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പരമാവധി 50 കുട്ടികളെയാണ് പ്രവേശിപ്പിക്കേണ്ടത്. എന്നാൽ മുൻ വർഷങ്ങളിൽ സീറ്റുകളുടെ എണ്ണക്കുറവ് ചൂണ്ടിക്കാട്ടി ഒരു ബാച്ചിൽ 10 സീറ്റുകൾ വീതം വർദ്ധിപ്പിച്ച് 60 കുട്ടികളെ വീതം പ്രവേശിപ്പിക്കാൻ പ്രത്യേക ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഈ സാഹചര്യം മാറുകയും ഇത്തവണ SSLC വിജയിച്ച കുട്ടികളുടെ എണ്ണത്തേക്കാൾ 5000-ലധികം സീറ്റുകൾ ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്നതായി സംഘടന ചൂണ്ടിക്കാട്ടി. ഹയർ സെക്കൻഡറി കൂടാതെ VHSC, പോളിടെക്നിക്, ITI എന്നീ കോഴ്സുകൾക്കും ഇതേ കുട്ടികളാണ് പ്രവേശനം നേടുന്നത്. അധിക സീറ്റ് വർധന മൂലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിരവധി സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ബാച്ചുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. മൂവാറ്റുപുഴ താലൂക്കിൽ മാത്രം നിയമപ്രകാരം ഒരു ബാച്ചിൽ കുറഞ്ഞത് 25 കുട്ടികൾ ഇല്ലാത്തതുമൂലം 10 ബാച്ചുകൾ നഷ്ടപ്പെടുകയും 43 അധ്യാപകരെ സ്ഥലം മാറ്റുകയും ചെയ്തു. പുതിയ ഫിക്സേഷൻ ഉത്തരവ് വരുന്നതോടെ കൂടുതൽ ബാച്ചുകൾ ഇല്ലാതാവും. അപേക്ഷകരില്ലാതെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് സമീപഭാവിയിൽ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നതിന് കാരണമാകും. നിലവിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മാർജിനിൽ സീറ്റ് വർധനയില്ല. ആലപ്പുഴ ജില്ലയിലെ ചില താലൂക്കുകളെയും സീറ്റ് വർധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ മാത്രം എറണാകുളം ജില്ലയിൽ മാർജിനിൽ സീറ്റ് വർധന അനുവദിക്കുന്നതിന് പകരം അശാസ്ത്രീയമായ സീറ്റ് വർധന നടപടികൾ അവസാനിപ്പിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. സ്കൂൾ ഏകീകരണത്തിന്റെ കാണാച്ചരടുകൾ എന്ന വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി റാൽഫി ജോസഫ് CJ പ്രഭാഷണം നടത്തി. സോഷ്യൽ മീഡിയയും ജീവിത ലഹരിയും വിഷയത്തെ ആസ്പദമാക്കിയ സഞ്ജയ് S, ജോസ് റാൽഫ് KW എന്നിവർ ക്ലാസ് നയിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി ടിൻഡു പൗലോസ്, സംസ്ഥാന കൗൺസിലർമാരായ ജോസഫ് മണി ഒങ്കോട്ടോ, GB പോൾ, സുരേഷ് കുമാർ S, റെജി P ചെറിയൻ, മീനു മരിയ ജോസഫ് എന്നിവർ പഠന ക്യാമ്പിന് നേതൃത്വം നൽകി. അധ്യാപകരുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മെയ് 22 വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റ് ധർണ നടത്തുന്നതിനും യോഗം ചർച്ച ചെയ്തു. നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മളുടെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള അധ്യാപകരുടെ, നമ്മുടെ സംഘടനകളുടെ അധ്യാപകരുടെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സംസ്ഥാന തലത്തിലുള്ള ക്യാമ്പ് കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഏകദേശം 14 ജില്ലകളിൽ നിന്നായിട്ട് 10 പേര്, സെലക്ടഡ് ആയിരിക്കുന്ന 10 പേര് വെച്ചും പങ്കെടുത്ത ഒരു ക്യാമ്പ് കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.